ആരോപണത്തിൽ പാർട്ടിയുടെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് CPIM. EDയുടെയും CBIയുടെയും അന്വേഷണത്തിനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM BJPയെ സഹായിക്കുന്നതോടെ നിലവിലെ അന്വേഷണം വഴിമുട്ടുമെന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ROC റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കിയില്ലെന്ന ROC റിപ്പോർട്ടിലെ പരാമർശങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ തള്ളി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ROC റിപ്പോർട്ട് ആയുധമാക്കുമ്പോഴും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ലാവ്ലിൻ കേസ് പോലെ എക്സാലോജിക്കിനെതിരായ അന്വേഷണവും ഫ്രീസറിലേക്കാണ് പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. അഴിമതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതിപക്ഷ നിലപാടിനെയും ചോദ്യം ചെയ്തു. ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം VD സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ? എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 24 തിരുവനന്തപുരം. മഹാരാജാസ് കോളേജിൽ തീക്കളി. SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കേസിൽ KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ 15 പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ആക്രമണത്തിനായി KSU ഫ്രറ്റേണിറ്റി സഖ്യം കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആരോപിച്ചു. SFI പ്രവർത്തകർ വിദ്യാർത്ഥികളെ ആംബുലൻസിൽ കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിനുള്ളിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് കുത്തേറ്റത്. KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ പെൺകുട്ടികളടക്കം 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമണത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അധ്യാപകരടങ്ങുന്ന സമിതി വിഷയം അന്വേഷിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും അച്ചടക്ക നടപടികൾ. സംഘർഷത്തിനെ കുറിച്ചുള്ള അന്വേഷണം അതൊക്കെ ഗവൺമെന്റ് നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നതാണ്. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് മീറ്റിംഗ് കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതെ, കോളേജ് ഹോസ്റ്റലും. കാരണം അനിശ്ചിതകാലത്തേക്ക് കോളേജ് ഹോസ്റ്റലും. കാരണം കോളേജില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പരിശീലനം ലഭിച്ച ക്രിമിനലുകളാണ് കോളേജിനുള്ളിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFI യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത്. കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി, കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത്. വയറിനും കാലിനും കൈവിരലിനും കുത്തേറ്റ നാസർ ചികിത്സയിലാണ്. പ്രതികളായ ബിലാൽ, അമൽ എന്നിവരെ SFI പ്രവർത്തകർ ആശുപത്രിയിലും ആംബുലൻസിലും കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. ആഞ്ഞടിച്ച് G സുധാകരൻ. MTക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സജി ചെറിയാനാണെന്ന് തുറന്നടിച്ച് മുൻമന്ത്രി G സുധാകരൻ. പാർട്ടി മുഖപത്രമായി ദേശാഭിമാനി തന്നെ അവഗണിക്കുകയാണ്, വ്യക്തിപൂജയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ G സുധാകരൻ മുൻമന്ത്രി KK ശൈലജയെ പരോക്ഷമായി വിമർശിച്ചു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനുമായുള്ള അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിലുകൾ.
ആലപ്പുഴ CPIM-ലെ വിഭാഗീയതയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സജി ചെറിയാനോടുള്ള അഭിപ്രായ വ്യത്യാസം ജി സുധാകരൻ പരസ്യമാക്കുന്നത്. MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തോടുള്ള തന്റെ പ്രതികരണത്തെ ആദ്യം ചോദ്യം ചെയ്തതാണ് പ്രകോപനം. MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട ജി സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ടു, ഞാൻ അങ്ങോട്ട് വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയത്തുമില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾക്കൊപ്പമാണ് താൻ. സജി ചെറിയാനെ പറ്റി തന്നോട് ചോദിക്കാൻ മാത്രം പ്രാധാന്യം എന്തെന്നും ജി സുധാകരൻ. സജി ചെറിയാനുമായിട്ട് പഴയ ആ ഒരു ഊഷ്മളമായ സജി ചെറിയാൻ ആരാ? സജി ചെറിയാന്റെ കാര്യം ചോദിക്കപ്പെടുത്ത ആളാരാ? ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിക്കാൻ ചോദിക്കത്തക്ക പ്രാധാന്യം എന്തായാലും എന്നോട് ചോദിക്കത്തക്ക പോലെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അല്ല, താങ്കളുടെ പിന്തുണയിലാണല്ലോ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി ആ രംഗത്തിരുന്നപ്പോൾ ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. MT വാസുദേവൻ നായരെ കുറിച്ച് താൻ പറഞ്ഞത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കാത്തതിലുള്ള അതൃപ്തിയും ജി സുധാകരൻ മറച്ചുവെച്ചില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള പത്രം ദേശാഭിമാനിയല്ലേ? ഒരു വരി കൊടുത്തോ? ഞാൻ എന്താണോ പറഞ്ഞത് അത് കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രിയോട് മുൻപുണ്ടായിരുന്ന അടുപ്പം ഇപ്പോഴില്ല. EMS-നോടും AKG-യോടും ആരാധന ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപൂജ ഇല്ലായിരുന്നെന്നും ജി സുധാകരന്റെ വിശദീകരണം. ആത്മകഥ എഴുതിയ KK ശൈലജയ്ക്കുള്ള പരോക്ഷ വിമർശനം ഇങ്ങനെ: ഒരു ദിവസം പോലും ജയിലിൽ പോയി ലാത്ത് കൊണ്ട് ഒരു തല്ല് വാങ്ങിക്കാത്തവരൊക്കെ ഞാൻ കഥ എഴുതുക. കേരളത്തിൽ എന്ത് കഥ എഴുതുന്നേ? മന്ത്രിയായതാണോ കഥ? സഖാവി പറഞ്ഞത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന KK ശൈലജ ടീച്ചർ ആണോ? അതിനെപ്പറ്റി ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആണോ നിങ്ങൾ? പിന്നെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം വീണ്ടും വരും. ആശയക്കുഴപ്പം എന്തിനാണെന്നാ ചോദിച്ചത്? ഞാൻ പൊതുവെ പറയാണ്. മുസ്ലിം ലീഗ് LDF-ലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീനും P രാജീവിനും എതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. തട്ടിപ്പ് നടന്നു എന്നതിൽ തർക്കമില്ല. സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത ആളെന്ന നിലയ്ക്ക് തനിക്കത് മനസ്സിലാകുമെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ED-യെ മാത്രം കുറ്റം പറയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പാർട്ടിക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചവരുമുണ്ട്. ഇപ്പോഴിതാ P രാജീവിൻ്റെയും AC മൊയ്തീൻ്റെയും ഒക്കെ പേരുകൾ ഇതുമായി ചേർന്ന് പുറത്തേക്ക് വരികയാണ്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അതിൻ്റെ പുറകെ ഒന്നും പോയിട്ട് എന്നോട് മുമ്പ് ഇതാളിൽ ചോദിച്ചു. അവിടെ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള വസ്തുതയായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. ആരാണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് രേഖ എൻ്റെ ഇല്ലല്ലോ. നടന്നിട്ടുണ്ടല്ലോ. ഞാൻ സഹകരണ മന്ത്രി ആയിരുന്ന ആളല്ലേ. അവിടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ മൊയ്തീനാണോ രാജീവാണോ എന്ന് ഞാനങ്ങനെ പറയുക? എനിക്ക് യാതൊരു ബന്ധമില്ല. അത് രാജീവ് പറഞ്ഞു കഴിഞ്ഞു. മൊയ്തീനും നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ED ഒന്നും രണ്ടാണ് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രൊസീഡിയർ നടക്കട്ടെ. ഇപ്പോൾ അതിലേക്ക് എന്താണ് ജമ്പ് ചെയ്യുന്നത്? ഇതിലെല്ലാം ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താ? പക്ഷേ ED ഉണ്ടല്ലോ, അവർ കളിക്കുന്ന കളി എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചോ ഇതുവരെ? ഇല്ല. എന്താ കാര്യം? അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? സർ, കുറ്റമുണ്ടെന്ന് കണ്ടാൽ അത് അബ്സല്യൂട്ടായിട്ട് നിയമമല്ല, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ശരിയായ തരത്തിൽ അന്വേഷിച്ച് ശരിയായ തരത്തിൽ നിലപാടെടുക്കട്ടെ. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അന്വേഷിച്ചിട്ടുണ്ടോ? ഭരണഘടനയെക്കുറിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന് ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. ആ പരാമർശങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ താൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഞാനിന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ആ പത്രത്തിൻ്റെ കുഞ്ചുകുറുപ്പ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് കേട്ട് ഒരുപാട് മടുത്തതാണ്. കേരളത്തിൽ ഭരണഘടനയെക്കുറിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതണമെന്ന് പറഞ്ഞു. ഉടനെ അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് സജി ചെറിയാനോട് ചോദിച്ചേക്കണം. ഞാൻ ഭരണഘടനയെ പറ്റി പറഞ്ഞത് ശരിയായി, അതൊരു മാറ്റവും ഇല്ല, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ ഇല്ലേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുന്നത്? ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർ തന്റേതല്ലാത്ത അധിക ഭാരം തലയിൽ ഏൽക്കുന്നുവെന്ന് വിമർശനം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ കോൾഡ് സ്റ്റോറേജിൽ എടുത്തുവെച്ച് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഭരണഘടന അനുമതി നൽകുന്നില്ലെന്നും കെ രാജൻ പറഞ്ഞു. 63 വർഷക്കാലമായി കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിന്റെ ഭൂപതിവ് നിയമം അതിന്റെ അലകും പിടിയും മാറ്റുന്ന വിധത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രവെൻഷൻസ് റെഗുലറൈസ് ചെയ്യാനും പുതിയ നിലവിലുള്ള പട്ടയ ഭൂമിയിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർണയിക്കും പ്രകാരം അവസരം കൊടുക്കാനും അധികാരം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചട്ടങ്ങൾ ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ള 4 ഭേദഗതികൾക്ക് കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി തീരുമാനമെടുത്ത ഒരു കാലം ഇതാണ്. പല കാരണങ്ങളാൽ തന്റേതല്ലാത്ത അനാവശ്യമായിട്ടുള്ള അധികഭാരങ്ങൾ തലയിലേൽപ്പിക്കുന്ന ഗവർണറുടെ നടപടി പ്രകാരം ബില്ലുകൾ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഗവർണർക്ക് അങ്ങനെ അനന്തമായി കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു ബില്ല് അദ്ദേഹത്തിന്റെ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെക്കാൻ
ഇന്ത്യയുടെ ഭരണഘടന അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ താമസിയാതെ അദ്ദേഹത്തിന് അത് ഒപ്പിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടും ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി 2024 തന്നെ സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. നിയമസഭയിൽ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭയുടെ അംഗീകാരം. കരട് രേഖ ഉടൻ രാജ്ഭവന് കൈമാറും. നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ജനുവരി 25-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കരട് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിനുണ്ടാകും. ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബസ് വാങ്ങി സൗകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത്. 1,05,00,000 രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത്. 24 തിരുവനന്തപുരം. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള മമതാ ബാനർജിയുടെ റാലി തടയാതെ കൽക്കട്ട ഹൈക്കോടതി. റാലി തടയണം എന്നാവശ്യപ്പെട്ടുള്ള സുവേന്ദു അധികാരിയുടെ ഹർജി തള്ളി. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായ സുപ്രധാന പൂജകൾക്ക് തുടക്കമായി. രാംലല്ല ഗർഭഗൃഹത്തിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പൂജകൾ ആരംഭിച്ചത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. മമതാ ബാനർജി പ്രഖ്യാപിച്ച സംപ്രീതി സർവ മത ഐക്യറാലിക്ക് എതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിയിലെ ആവശ്യങ്ങൾ പ്രസക്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാമക്ഷേത്രത്തിന് എതിരല്ലെന്ന് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഇന്ന് വ്യക്തമാക്കി. എന്നാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചതിനെയാണ് എതിർക്കുന്നതെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായി. ഗണേശ പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. അംബിക, വരുണ, മാതൃക പൂജകളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാംലല്ല എത്തിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ CRPF കൂടുതൽ ശക്തമാക്കി. അയോധ്യയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൂട്ടക്കൊഴിച്ചിൽ ഭീതിയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ആശയവിനിമയം ആരംഭിച്ചതായാണ് വിവരം. നിയന്ത്രണങ്ങൾ ശക്തമാണെങ്കിലും അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം വിലയിരുത്തും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. പത്തനംതിട്ട തിരുവല്ലയിലെ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസ്. മലയാള വിഭാഗം അധ്യാപിക മെലീന ജെയിംസിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഇന്ന് പുലർച്ചെയോടെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇന്റേണൽ മാർക്ക് വെട്ടിക്കുറക്കുന്നുവെന്നുള്ള ആരോപണങ്ങൾ ഉയർത്തി തിരുവല്ല ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ മലയാളം വിഭാഗം അധ്യാപികയ്ക്കെതിരെ കുറച്ചു ദിവസങ്ങളായി സമരത്തിലാണ്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥിയാണ് ഇന്ന് പുലർച്ചെയോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഞങ്ങളെ സ്ഥാപനത്തിലെ മലയാളം വിഷയ അധ്യാപിക മെലീന ജെയിംസ് ടീച്ചറാണ് ഇതിനൊക്കെ കാരണം. ടീച്ചർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തോൽപ്പിക്കുമെന്ന് പറയുകയും ഇപ്പോൾ പാർട്ടിയിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണോ ഇപ്പോൾ ഞങ്ങളെല്ലാത്തിനും മുമ്പിൽ നിന്ന് അവനായിരുന്നു. അപ്പോൾ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അല്ലാതെയും തോൽപ്പിക്കും, അങ്ങനത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അധ്യാപികയുടെ മാനസിക പീഡനമാണ് ആത്മഹത്യാശ്രമത്തിന് പിന്നിലെന്ന വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപിക മെലീന ജെയിംസിനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു. SFI പ്രവർത്തകർ ഡയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അധ്യാപികയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പ്രിൻസിപ്പാൾ നൽകിയ ഉറപ്പിനെ തുടർന്ന് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചു. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സഞ്ജയ് കുമാറിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.
കാൺപൂർ IITയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 1ാം വർഷ PhD വിദ്യാർത്ഥിയായ പ്രിയങ്ക ജയ്സ്വാൾ ആണ് ആത്മഹത്യ ചെയ്തത്. ജാർഖണ്ഡിലെ ധുംഗ സ്വദേശിയാണ് പ്രിയങ്ക. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 10 ദിവസം മുൻപാണ് പ്രിയങ്ക കാൺപൂർ IITയിൽ PhD പ്രവേശനം നേടിയത്. പ്രിയങ്കയെ നിരവധി തവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ലെന്ന് പിതാവ് ഹോസ്റ്റൽ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ കല്യാൺപൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. 1 മാസത്തിനിടെ IITയിൽ നടക്കുന്ന 3ാമത്തെ ആത്മഹത്യയാണ് ഇത്. കൈവെട്ട് കേസിലെ 1ാം പ്രതി സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞു. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. താൻ ഇര മാത്രമാണെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. വർഷത്തിന് ശേഷവും തന്റെ കൈവെട്ടിമാറ്റിയ സവാദിന്റെ മുഖം പ്രൊഫസർ TJ ജോസഫ് മറന്നിട്ടില്ല. എറണാകുളം സബ് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ തിരിച്ചറിഞ്ഞത്. പ്രൊഫസർ TJ ജോസഫ്, മകൻ മിഥുൻ T ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനെത്തിയത്. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. CJM കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. പൗരനെന്ന നിലയിലുള്ള കർത്തവ്യം നിർവഹിച്ചുവെന്നും നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നും TJ ജോസഫ്. ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സാക്ഷി എന്ന നിലയിൽ ചെയ്തു തന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകും. തിരിച്ചറിയൽ പരേഡിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി മജിസ്ട്രേറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. സവാദിനെ കൂടി ഉൾപ്പെടുത്തി കുറ്റപത്രം പുതുക്കി നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷം വിചാരണ ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും. 24 കൊച്ചി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ കഴിയില്ലെന്നും സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പണമെന്നും ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൂദാശ കർമ്മത്തിനിടെ മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ള സിനഡ് സർക്കുലർ ഈ വരുന്ന ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ പരാമർശം. ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല. അത് കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും പരിപാവനമായിട്ട് അത് സഭയുടെ മൗതിക ശരീരത്തിന്റെ അടയാളങ്ങളാണ്. അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ്. അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ, സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന പ്രസ്താവന തിരുത്തി TN പ്രതാപൻ MP. ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. വർഗീയത കൊണ്ട് മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് TN പ്രതാപന് വേണ്ടി വീണ്ടും പ്രവർത്തകർ പരസ്യ പ്രചാരണം നടത്തി. തൃശൂരിൽ മുഖ്യശത്രു BJP എന്ന് പ്രഖ്യാപിച്ച TN പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി. UDFനും LDFനും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. തൃശൂരിൽ LDFിൻ്റെതായ ഒരു അടിത്തറയുണ്ട്. തൃശൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് പാടില്ലെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പ്രതാപനു വേണ്ടി വീണ്ടും പ്രവർത്തകർ രംഗത്തെത്തി. എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും, പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നും TN പ്രതാപൻ. ചുവരെഴുത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ തന്നെയാണ് നേരത്തെ എഴുതിയ ചുമര് ആളെ നിർബന്ധിച്ച് പറഞ്ഞ് മായ്പ്പിക്കാൻ. ഞാൻ കർശനമായും ഇപ്പോൾ ചാനലുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് തൃശൂരിൽ ചുവരെഴുത്തുകൾ തുടരുന്നത്. 24 തൃശൂർ. നിയമസഭാ സമ്മേളനത്തിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരിക്കുന്നു സ്പീക്കർ AN ഷംസീർ. രാജ്ഭവനിൽ എത്തിയാണ് സ്പീക്കർ ഗവർണറെ ക്ഷണിച്ചത് എന്നുള്ളതാണ്. ഫെബ്രുവരി 2-നാണ് ബജറ്റ്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ 6 മണിക്ക് രാജ്ഭവനിലെത്തിയ സ്പീക്കർ 6:20 വരെ രാജ്ഭവനിൽ തുടർന്നു. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഈ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം
ജനുവരി 25 വിളിച്ചു ചേർക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. അത്തരത്തിൽ ഗവർണറോട് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സമ്മേളനം തുടങ്ങുകയാണ് ജനുവരി 25. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. അതിനായി ഗവർണറെ ക്ഷണിക്കാനാണ് സ്പീക്കർ AN ഷംസീർ എത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. സർക്കാരും അതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒക്കെ തുറന്ന പോരിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല നിയമസഭ അംഗീകരിച്ചു നൽകിയ ചില ബില്ലുകളിൽ ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ട് പോലുമില്ല. അത് ഈ ഭൂപതിവ് ഭേദഗതി നിയമ ബില്ലിലടക്കം ഗവർണർ ഒപ്പിടാനുണ്ട്. വലിയ പ്രതിഷേധം മന്ത്രിമാർ പരസ്യമായി ഉയർത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായ പോർമുഖം സംസ്ഥാനം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ, ഒപ്പം ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ഉൾപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ ഗവർണർ അത് വായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നയപ്രഖ്യാപനത്തിൽ മാത്രമായിരിക്കും അറിയുക. എന്താണെങ്കിലും അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം അത് തന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും സ്പീക്കർ AN ഷംസീർ ഇത് അല്പസമയം മുമ്പ് ഈ നയപ്രഖ്യാപനത്തിന് വേണ്ടി അദ്ദേഹത്തെ രാജ്ഭവനിലെത്തി ക്ഷണിച്ചിരിക്കുകയാണ്. ശരി, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ സർക്കാരിനെതിരെ പുതിയ സമരമുറയ്ക്കൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. നവകേരള സദസ്സിനെതിരെ ഓഡിറ്റ് സമരവും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. KSRTC ബസ്സിൽ നിന്ന് വീണ വയോധികന് ദാരുണാന്ത്യം. ചുള്ളിമാനൂർ പാണയം ചെറുവേലി സ്വദേശി P ശശിധരൻ നായരാണ് മരിച്ചത്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് നിർണായക മത്സരം. രണ്ടാം മത്സരത്തിൽ ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.